ഹലോ, നമുക്കിന്നൊരു പപ്പായ ജ്യൂസ് ആയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പപ്പായ ഞങ്ങൾ ഓമയ്ക്ക എന്ന് പറയും, കപ്പങ്ങ എന്ന് പറയും, അങ്ങനെ പല രീതിയിലും പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരേ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, കമൻ്റ് ഇടണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഫ്രഷാക്കി കൊണ്ടുവരണം. അതിനായിട്ടാണ് ഞാനിവിടെ ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പപ്പായ കട്ട് ചെയ്ത പപ്പായ എല്ലാം ക്ലിയർ ഫിനിഷാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, കണ്ടോ, കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കട്ട് ചെയ്തത്. പിന്നെ ഞാനത് വെട്ടി നുറുക്കി എന്ന് പറഞ്ഞാൽ പോരാ, അത് കട്ട് ചെയ്ത് ഫീസ് തുണ്ടമായിട്ട് നമുക്കിനി ഇതൊന്ന് ജ്യൂസ് അടിച്ചാലോ കൂട്ടുകാരെ? അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയിലോട്ട് കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മേളിലോട്ട് നമ്മളുടെ മിൽക്ക് പാല് അത് കട്ടയാക്കി ഫ്രീസറിലിരുന്ന് കട്ടയാക്കി അതും ഞാൻ ഇതിനകത്തോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതിന് നല്ലതുപോലെ ഒന്ന്, പിന്നെ മധുരം ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, മധുരം കൂടുതൽ വേണമെന്നവർക്ക് കൂടുതലിടാം, കുറച്ച് വേണമെന്നവർക്ക് കുറച്ചിടാം. ഞാൻ ഇത് നടിച്ചു കൊണ്ടുവരും. അതിനായിട്ട് ഞാൻ റെഡിയാവുകയാണ്. പിന്നെ കുറച്ച് അത്യാവശ്യമുള്ളവർക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് നടിച്ചുകൊണ്ട് വരട്ടെ. ഓക്കെ, അങ്ങനെ ഞാനിവിടെ പപ്പായ ജ്യൂസ് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കട്ടയുണ്ട്, പപ്പായയുടെ കഷ്ണങ്ങൾ പീസ് കിടപ്പുണ്ട്. ഇനി ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് അത് വീണ്ടും ഒന്ന് മിക്സിയിലിട്ടടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സിയിലോട്ട് ഇതൊന്ന് പകർന്നൊക്കെ വേറെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ അരിച്ച് എടുത്തതിൻ്റെ ആ പീസ് കഷ്ണങ്ങളെല്ലാം ഞാൻ വീണ്ടും മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചപ്പോഴാണ് ആ കളർ ചേഞ്ച് വന്നത്. കണ്ടോ, നല്ല രീതിയിൽ നല്ല കളർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബുകൾ എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൂപ്പറല്ലേ എൻ്റെ കൂട്ടുകാരെ? നല്ല ജ്യൂസാണ്. കപ്പങ്ങ ജ്യൂസ്, ഓമയ്ക്ക ജ്യൂസ്, പപ്പായ ജ്യൂസ്, ഇതിലെല്ലാം ഒന്ന് തന്നെ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കണ്ട് ഈ ഓമയ്ക്ക ജ്യൂസ് ആയവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കുടിക്കണം. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ വേണ്ടത് ഈ ഇങ്ങനെയൊക്കെയുള്ള ജ്യൂസുകളാണ്. മുന്തിരി ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ഓമയ്ക്ക ജ്യൂസ്. ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പകരുവാണ്. നോയമ്പ് മുറിക്കാൻ സമയമായി. അപ്പം ഞാൻ നോയമ്പ് മുറിക്കാൻ എടുത്ത് വയ്ക്കാൻ ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് 2 ഗ്ലാസ്സിലോട്ട് പകർന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിലോട്ട് ഞാൻ പകർന്നു വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം. ഇനിയും ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ട് എന്നെ ഒന്ന് നല്ല ഫുൾ സപ്പോർട്ട് ചെയ്തു തരണേ കൂട്ടുകാരെ. ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെ അല്ലേ? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഇനിയും ഇതുപോലെ ഓരോ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. ഓക്കേ, അപ്പോൾ എല്ലാവരും സമാധാനമായി സന്തോഷമായി എല്ലാവരും നോയമ്പ് മുറിക്കുക. നോയമ്പ് മുറിക്കാൻ സമയമായി. അപ്പോൾ ഞാനും പോകട്ടെ. അസ്സലാമു അലൈക്കും.